ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. നമ്മുടെ റിഫ്ലക്സ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു 3-4 ടിപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി മറക്കണ്ട കേട്ടോ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മൾ ഒന്നാമത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന 4 ഡമ്മികളിൽ ഈ 4 ഡമ്മികളെടുത്ത് വന്ന് നിൽക്കാം. അതായത് ഏകദേശം ഒരു സെൻട്രൽ പൊസിഷനിൽ വന്ന് നിൽക്കാം. ഓക്കെ, എന്നിട്ട് ഈ ഒന്നാമത്തെ എനിമി, രണ്ടാമത്തെ എനിമി, മൂന്നാമത്തെ എനിമി, നാലാമത്തെ എനിമി ഇവരെ മാറി മാറി ഫയർ ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ അത് റെഡ് ഡോട്ട് ഓൺ ആക്കി ഒന്നാമത്തേലും രണ്ടാമത്തേലും രണ്ടാമത്തേലും മൂന്നാമത്തേലും നാലാമത്തേലും അതുപോലെ ഇങ്ങനെ 1 2 3 4 എന്നുള്ള രീതിയിൽ സ്ലോലി ഫയർ ചെയ്ത് പഠിക്കാം. കറക്റ്റ് നമ്മളെ എയിം എപ്പോഴും എനിമിയുടെ ഹെഡിൽ തന്നെ കണക്റ്റ് ആവുന്നുണ്ടോ നോക്കാം. അങ്ങനെ കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് കൊണ്ട് കാര്യമില്ലോ. ഓക്കെ, അല്ലാണ്ട് വെറുതെ നമ്മൾ എനിമിനെ ഇങ്ങനെ ഫയർ ചെയ്തിട്ട് ഒരു കാര്യമില്ല. എപ്പോഴും നമ്മൾ ബുള്ളറ്റ് ഒക്കെ എനിമിയുടെ മാക്സിമം ഹെഡിന് തന്നെ കണക്റ്റ് ആകാൻ വേണ്ടി ശ്രമിക്കാം. ഇതേ കാര്യം സ്പീഡിൽ ചെയ്ത് നോക്കാം. ഓക്കെ, എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുണ്ടോ, 1 2 3 4 1 2 3 1 2 3 4 ഇങ്ങനെ മാറി മാറി ഫയർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഫയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് എയിം മറ്റൊരു പൊസിഷനിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റും. അത് ഒന്നാമത്തെ എനിമിനെ ഫയർ ചെയ്തുകൊണ്ട് തന്നെ രണ്ടാമത്തെ എനിമിയിലേക്ക് നമുക്ക് ഫയർ ചെയ്യാൻ പറ്റും. ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നമ്മൾ ഈ എനിമിനെ ഫയർ ചെയ്യുന്നത് പെട്ടെന്നായിരിക്കും നമുക്ക് ഈ ഒരു പൊസിഷനിൽ എനിമി റെഡി ചെയ്യുന്നത്. അപ്പോൾ ഇതേ എനിമി നമുക്ക് ഫയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇവിടെ നിന്ന് ഇവിടത്തേക്ക് പെട്ടെന്ന് എയിം ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നാമത്തെ എനിമീനെ മൂന്നാമത്തെ എനിമിയിലേക്ക് അടിച്ചു പിടിക്കുക. ഓക്കെ, 1 2 അടിച്ചു പിടിച്ച് അതുപോലെ 1 3 അടിച്ചു പിടിക്കുക. അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരമുള്ള എനിമിനെയും നമുക്ക് ഹെഡ് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, 1 3 അടിച്ചു പിടിക്കാം. ഒന്നാമത്തേനെ ഫയർ ചെയ്യാം, മൂന്നാമത്തേനെ ഫയർ ചെയ്യാം, ഒന്നാമത്തേനെ ഫയർ ചെയ്യാം, മൂന്നാമത്തേനെ ഫയർ ചെയ്യാം. രണ്ടാമത് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ എനിമി രണ്ടാമത്തേലും നാലാമത്തേലേക്കും ഫയർ ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തേലിന് നാലാമത്തേലേക്ക് ഫയർ ചെയ്യാം, രണ്ടാമത്തേലിന് നാലാമത്തേലേക്ക് ഫയർ ചെയ്യാം. ഇങ്ങനെ 2 4 ഫയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൂവ്മെന്റ് ഉണ്ടല്ലോ, അതായത് ഈടുന്ന ഇടത്തേക്കുള്ള ഡിസ്റ്റൻസും ഈടുന്ന ഇടത്തേക്കുള്ള ഡിസ്റ്റൻസും ഡിഫറെൻ്റ് ആണ്. ഇത്ര ദൂരത്തേക്ക് നമുക്ക് നമ്മൾ സ്കോപ്പ് മൂവ് ചെയ്യുന്നതും ഈടുന്ന് ഇടത്തേക്ക് മൂവ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിൻ്റെ ഉപകാരം എന്ന് വെച്ചാൽ എനിമി ചിലപ്പോൾ എപ്പോഴും ഈ ഒരു പൊസിഷനിലല്ല, ചിലപ്പോൾ ഇതിനെക്കാട്ടി കുറച്ച് ഡിസ്റ്റൻസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് എനിമിനെ ഹെഡ് തന്നെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പൊസിഷനിലേക്ക് ഫയർ ചെയ്ത് പിടിക്കുന്നത്. മൂന്നാമത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നാമത്തെ എനിമീനെ നാലാമത്തെ എനിമിയിലേക്ക് പെട്ടെന്ന് എയിമ ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ എനിമിനെ ഫയർ ചെയ്യാം, നാലാമത്തെ എനിമിനെ ഫയർ ചെയ്യാം, ഒന്നാമത്തെ എനിമിനെ ഫയർ ചെയ്യാം, നാലാമത്തെ എനിമിനെ ഫയർ ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എനിമി കുറച്ച് ദൂരത്താണെന്നുണ്ടെങ്കിൽ ഹെഡ് ഷോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ മാക്സിമം എല്ലാവരും ഈ ഡ്രില്ലൊന്ന് പരീക്ഷിച്ച് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.